ഹലോ. നമ്മളൊരു ദിവസം സീനാരെ വീട്ടിലേക്ക് സീന വിളിച്ചിട്ട് ചേച്ചി സീനാരെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ എൻ്റെ അടുത്തേക്ക് ഒരു ദിവസം നീ കുഞ്ഞേച്ചിനെ വിളിച്ചിട്ട് പാടിയെന്ന് പറഞ്ഞു. അപ്പോൾ സീനോട് ഞാൻ പറഞ്ഞു, നീ കുഞ്ഞേച്ചിനെ നീ വിളിച്ചു നോക്കാം. അപ്പോൾ ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾക്ക് ഒഴിവില്ല എന്ന് പറഞ്ഞു കുഞ്ഞേച്ചി, അതായത് നമ്മുടെ കുഞ്ചി. അപ്പം ഞാൻ തന്നെ പോയി. ബീന വന്നപ്പോൾ എന്നെ ലീജ കൊടുന്നാക്കി തന്നു കേട്ടോ ഒന്നാമത്. അപ്പോൾ ഒരു ദിവസം രാത്രി അമ്മച്ചിയുടെ അടുത്ത് ചിറ്റമ്മയെന്ന് പറഞ്ഞു, ആരെ സീനും ബീനയൊക്കെ. അങ്ങനെ ഞാൻ അവിടെ ഒരു ദിവസം നിന്നു. അപ്പോൾ അവളുടെ വീടാണത് കേട്ടോ. അവളുടെ വീട്ടിൽ വളർത്തുന്ന ഒരാളെ കണ്ട, സെൻറ്റ് ബെർണാഡ് വർഗത്തിൽ പെട്ട ഒരു നായ. അവനൊക്കെ നമ്മുടെ മേത്ത് കൈ വെച്ചാൽ നമ്മളെ തട്ടിമറിച്ചിടും കണ്ട. ഭയങ്കര വണ്ടൻ നായ. അവൻ്റെ ഒരു നിൽപ്പ് കണ്ട. അവിടെ ഒരു കമ്പി വെച്ചിട്ടുണ്ട്. ആ കമ്പി വെച്ച് കഴിഞ്ഞാൽ അവൻ ഇതാ തീ കിടക്കില്ല. നല്ലൊരു മോൻ, ഒരു ശല്യമില്ലാത്തൊരു നായ കുട്ടീനവൻ. സത്യത്തിൽ 2 വയസ്സാവണുള്ളൂ. വലിയൊരു മനുഷ്യൻ്റെ പോലെയാണ്. അപ്പോൾ ബീനത് അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറാനുള്ള പരിപാടി എന്നെ ചേർത്തിയാണ് ഇത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ എൻ്റെ ഫോണ് അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ട് എടുത്തിട്ട് വന്നിരിക്കണാവെന്ന് പറഞ്ഞു. അപ്പോൾ ആ കടാവാതെ എടുത്തിട്ട് വന്നു. അപ്പോൾ ജിയോ പറഞ്ഞു, വീട് ഫുള്ള് പിടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവർ വാടകയ്ക്ക് ഇരിക്കണ വീടാണത്. അപ്പോൾ വീട് പിടിക്കേണ്ട ചിറ്റമ്മയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വീട് നമ്മൾ കാണിച്ചു കൊടുക്കാനല്ല, നമ്മൾ ഒരു വീഡിയോ പിടിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് താമസിക്കുന്നത് ഇവള് വിടാം. അതാ സീന ഭയങ്കര തിരക്കിലാണ്, വലിയ ഇതൊന്നുമില്ല. അപ്പോഴേക്ക് ഇത് ചേച്ചിയുടെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടുണ്ട് പോവാറ് നമ്മൾ ഈ സാരി ഉണങ്ങാനായിട്ട്. അപ്പോൾ ചേച്ചി അതിൻ്റെ അടുത്ത് കുത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം, സാരി വേഗം ഡ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ അവൾ ഇന്നലെ ഞാൻ ചെന്ന് കയറുമ്പോൾ ചേമ്പ് നണ്ടുകൊണ്ട് ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീ അത് വെക്കില്ല, എനിക്ക് ഇഷ്ടം തോന്നിയിരുന്നു പറഞ്ഞു. അവളിതേ പറമ്പിലേക്ക് ചേമ്പുന്നുണ്ട് പറിക്കാനായിട്ട് പോണായിരുന്നു. പിന്നെ അല്ല നായച്ചക്കൻ പോകണം കണ്ട, വണ്ടൻ ചെക്കനവൻ. നമ്മളത്ര മൂന്നാള് നമ്മളവനെ കൊഞ്ചിച്ച് കഴിഞ്ഞാൽ അവൻ നമ്മളെ തട്ടിയിട്ടിട്ട് സാധാരണ നായ്ക്കളുടെ പോലെ തന്നെ അവൻ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വീണ് പോകും. അതുകൊണ്ട് അവൻ്റെ മേത്ത് തൊടാതെ നമ്മളവനെ സ്നേഹിക്കണം, അതേ പറ്റുള്ളൂ. തൊട്ട് കഴിഞ്ഞ് കൊഞ്ചിക്കാൻ പോയാൽ ഭയങ്കര പെടാം. അപ്പോൾ ബീന അവിടെ പച്ചമുളക് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അവളോട് പറഞ്ഞു, അവളുടെ എത്തിക്ക് ഓടുന്ന നായേ. അപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ നീ കൊണ്ടോടി സീനേന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് ഓളിയിടാ പേടിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പേടിക്കാണ്ട് നീ അവനെ കൊഞ്ചിക്കാന്ന്. അവനറിയാത്ത പോലെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല തോന്നുന്നു. അപ്പോൾ ബീനാരെ അടുത്ത് കുസ്തി പിടിച്ച് നിൽക്കുന്നുണ്ട്, കാലം മുമ്പ് നോക്കിയിട്ടുണ്ട് അവൻ. ഞാൻ പറഞ്ഞു, നീ ചവിട്ടി പിടിച്ചൊന്നും അല്ലെങ്കിൽ ഞാൻ അവൻ കമത്തിയിട്ട് ചവിട്ടി കൂട്ടുമെന്ന് പറഞ്ഞു. അവൻ നമ്മളവനെ സ്നേഹിക്കുന്ന പോലെ അവൻ നമ്മളെ സ്നേഹിക്കും. നമ്മൾ വീഴും. അവൻ്റെ കൈയൊക്കെ ഇരുമ്പ് പൊടിയുടെ പോലത്തെ ഒരു കന. അപ്പോൾ ഞാനത് ഇതൊക്കെ വിറകിടുന്ന ഒരു ഭാഗം കേട്ടോ. അങ്ങനെ വീന പച്ചമുളകൊക്കെ അവൾക്ക് വെള്ളമുളകാണത് 4 വീട്ടിൽ കൊണ്ടുപോകുന്നിട്ട് അവളത് പൊട്ടിച്ചതാണ്. അപ്പോൾ ചേമ്പ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ സീന അതേ കാന്താരി മുളക് അവിടെ നിന്ന് കുറച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി വാഷിംഗ് മെഷീൻ്റെ അടുത്ത് കുത്തിപ്പിടിച്ച് നിൽക്കനെയാണ്. അപ്പോൾ അത് തോരിയിടാം. അപ്പോൾ പൂവാറാമ്പളിക്ക് ഉണങ്ങിയാൽ മടക്കി കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സീന കാന്താരി മുളക് പൊട്ടിക്കുമ്പോൾ അവളുടെ മോൻ, 3ാമത്തെ മോനെ, 2 കുട്ടികളവൾക്ക്, അവൻ കാന്താരി പൊട്ടിക്കാനായിട്ട് അവിടെ പോയി നിൽക്കുക. അത് പൊട്ടിക്കണോടത്ത് അത് അപ്പുറത്തൊരു ക്വാർട്ടേഴ്സാണ് കേട്ടോ, അവരുടെ ആ ഭാഗം ചുമര് കാണുന്ന ഭാഗം. അപ്പോൾ അവിടുന്ന് നല്ല കാന്താരിയുണ്ട്, വെള്ളമുളകുണ്ട്. കണ്ട ഇത് ബീനെ കൊണ്ടുപോകാൻ അവിടെ ഒരു ഭാഗത്ത് വെച്ച് വന്നു. അപ്പോൾ ചേമ്പുതാൾ നല്ലൊരു ചെമ്പുതാളാട്ടോ. ചില ചേമ്പുതാൾ ഭയങ്കരമായിട്ട് ചൊറിയില്ല. വേപ്പിലിൻ്റെ അവളുടെ പറമ്പിൽ തന്നെ എല്ലാം നല്ല ഫ്രഷ് സാധനം കിട്ടും കേട്ടോ. നമുക്ക് കുറേ പറമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നല്ല നല്ല സാധനങ്ങൾ കിട്ടും. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടും നമുക്ക്. പക്ഷെ 4 ദിവസം കഴിയുമ്പോൾ നമുക്ക് വാടി പോകും. നമുക്ക് ആവശ്യത്തിന് പോയി പൊട്ടിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ സീന ചേമ്പുതാളുടെ ഇതൊക്കെ നന്നായി ഇങ്ങനെ തൊലി വലിച്ച് കളയണം. നല്ല ചേമ്പുതാൾ. അതിൻ്റെ ഇടയിൽ ഒരു ലേശം ചിക്കൻ്റെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളത് വയ്ക്കാൻ ഒന്ന് ചേച്ചി അപ്പോഴേക്ക് സബോളയൊക്കെ തൊണ്ട് കളഞ്ഞ് വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞതൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. സബോളയ്ക്ക് ഇപ്പോൾ ഭയങ്കര വിലയാണല്ലോ, 80 രൂപ 90 രൂപയ്ക്ക് നമ്മുടെ സബോളയുടെ വില. അപ്പോൾ എല്ലാതും കുറേശ്ശെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. വെളുത്തുള്ളിക്ക് ഇനി 400 രൂപയ്ക്ക് കേട്ടോ. എളുപ്പമല്ല സബോളയും വെളുത്തുള്ളിയൊക്കെ യൂസ് ചെയ്യാം, എന്നാലും നമ്മളത് ഉപയോഗിക്കാതിരിക്കില്ല. അപ്പോൾ ചേമ്പിന്തണ്ടിലേക്ക് ചുവന്നുള്ളി, തേങ്ങ ചിരകിയത്, കാന്താരി മുളക് കണ്ട അതിട്ടിട്ട് നമ്മൾ ചേമ്പുന്നാളിൽ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഉപ്പേരി പോലെ പടവലങ്ങിയൊക്കെ നമ്മൾ ഉപ്പേരി കാച്ചി. ഞാൻ ചെന്ന വശം ഇന്നലെ രാത്രി ചെന്ന വശം അത് സാധനം അവളെനിക്ക് തോന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നി. അപ്പോൾ അവൾ പറഞ്ഞു, ചിട്ടുമെങ്കിൽ ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ 2ാമത് പിറ്റേ ദിവസം വെക്കണത് രാവിലെ കഞ്ഞിക്ക്. നല്ല സൂപ്പർ സാധനം. അപ്പോഴേക്കും ഗ്യാസുമ്മ ചോറ് വെച്ചിട്ട് ബീനത് തിളച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ഈ കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാൻ പോകണം. ആ കാലം കേട്ടോ. ചോറ് ആയി അപ്പോഴേക്കും പെട്ടെന്ന് തിളച്ച വശം മറ്റേ ഇതിലേക്ക് കുക്കറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതാവുമല്ലോ. അതിൻ്റെ ഇടയിൽ എനിക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ചേച്ചി വായോ നീ കുഞ്ഞേച്ചിക്കും കൊണ്ട് വായാന്നൊക്കെ പറഞ്ഞു. അവളോട് പറയാൻ പറഞ്ഞു. അവൾക്ക് വരാൻ പറ്റിയില്ല. അവളെ ഇത്തിരി സുഖമില്ലാണ്ടിരിക്കണം, മൂക്കടമൊക്കെ ആയിട്ട്. അപ്പോൾ അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ധരിച്ച് ഒന്ന് പോയിന്ന് മാത്രം. എനിക്ക് തീരെ വയ്യ സത്യത്തിൽ. എൻ്റെ കാല് വേദന എടുത്തിട്ട് ഞാൻ നിൽക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പോയാലും ഇവിടെ ആയാലും നമ്മുടെ വീട്ടിലായാലും അവിടെ ആയാലും അതിനൊരു സന്തോഷമായിക്കോട്ടെ എന്നിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ ഞാനൊരു ശരം ഉപ്പ് വെള്ളം ഇട്ടിട്ട് ഞാൻ തൊണ്ടയിൽ ഉപ്പ് പിടിക്കാൻ
തൊണ്ടയിൽ പിടിക്കാൻ പോകുന്നുണ്ട്, തൊണ്ട വേദന വന്നപ്പോൾ. അതിൻ്റെ ഇടയിൽ സീന ചേമ്പുതാളി കഷ്ണങ്ങളാക്കുന്നുണ്ട്. സീനയുടെ 2 മക്കളും ഒരു മൂത്ത മാത്രം ഇപ്പോൾ ഇവിടെ അവളുടെ ഇരുത്തോളാം. മറ്റവൻ എറണാകുളത്ത് രാജഗിരി സ്കൂളിൽ പഠിക്കുന്നു, കോളേജിലാണ് പഠിക്കുന്നത്. പിന്നെ ഭർത്താവ് ഇപ്പോൾ ബോംബെയിലാണ്. അവർക്ക് അവിടെ ഒരു ചെറിയ ഹോട്ടലുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിരിക്കണം. അവൻ പാർട്ട്ണർഷിപ്പായിട്ടൊരു ബേക്കറി ഹോട്ടലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യണം അവരവിടെ. അപ്പോൾ അവൻ അവിടെയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ സീന ഇവിടെ മാക്സ് നിന്നിട്ടാണ് നമ്മുടെ സെൻറ്റ് ബെർണാഡിന് വീട്ടിൽ വിളിക്കുന്ന പേര്. അവനുള്ള ഫുഡ് സെറ്റാക്കുന്നത്. അതിന് ചിക്കൻ്റെ വാരിയല്ലുകൾ ഒരു മേടിച്ചു കൊണ്ടുവരും. അപ്പോൾ അവനതൊരു 4 കഷ്ണം കൊടുക്കണം. ഫുഡ് അധികം പാടില്ല, അവനെ ഒരളവുണ്ട് ഫുഡിന്, അതനുസരിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ബീന പറഞ്ഞു സബോള ചിറ്റമ്മ അരിഞ്ഞ് റോസ്റ്റ് ചിറ്റമ്മയ്ക്ക് ഇഷ്ടമാണ് സബോള വയ്ക്കാൻ, കഴിഞ്ഞാൽ കോഴി വയ്ക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ നീ എന്നെ പറ്റിക്കണ്ട, നീ എന്നെ പോയി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബീനനെ ഇത് സബോള അരിയാനായിട്ട് ഏൽപ്പിച്ചെടുക്കുക. അപ്പോൾ അവൾ ചിറ്റമ്മ ചിറ്റമ്മയെന്ന് തോന്നുന്നു. പിന്നെ ഞാനത് അരിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ സീന അപ്പോഴേക്കും ഇതിലേക്കുള്ള ചേമ്പിലേക്കുള്ള സാധനങ്ങൾ സീന അവിടെ നിന്നിട്ട് സെറ്റാക്കണത് കേട്ടോ. പിന്നെ നമ്മൾ ചേമ്പുതാൾ കാന്താരി മുളക് ഇട്ടിട്ടും അതുപോലെ വെള്ളമുളക് ഇട്ടിട്ട് വെക്കുമ്പോഴുണ്ടല്ലോ അതിനൊക്കെ ഒരു പ്രത്യേക മണമുണ്ടല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. അപ്പോൾ കാന്താരി മുളകുണ്ടെങ്കിൽ അധികം അവനും പാടില്ല കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ മാറി ഇപ്പോൾ നിൽക്കണം. വയസ്സൊക്കെ ആയില്ല, ഇനി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ മനസ്സിനൊക്കെ ഒരു സന്തോഷം. നമുക്ക് ഒഴിവില്ല, ഇനി ജോലിക്ക് പോകൊക്കെ പറ്റി നിർത്തണം എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ഉണ്ണി വരും, ആകെ തിരക്കാവും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരം അവൾ വിളിച്ചതല്ല. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി ആര് വിളിച്ചാലും നമുക്ക് നമ്മുടെ മക്കൾ വിളിക്കുമ്പോൾ ഒന്ന് പോകാമെന്ന് മാത്രം പോരാ. ചേച്ചി അടിയുള്ള കാരണം എനിക്ക് പോകാനൊരു ഇഷ്ടം തോന്നി. അങ്ങനെ പോയതാണ് ഞാൻ. നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ സന്തോഷിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അതിന് തെറ്റുകളും കുറവുകളും ഉണ്ടാവും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വരും. പക്ഷേ അതൊക്കെ സഹകരിച്ച് അങ്ങനെ പോകാൻ പറ്റുന്ന തന്നെ ഞാൻ ഇടയ്ക്ക് അവരുടെ അവിടേക്ക് ഒന്ന് പോകുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അതേ സബോള അപ്പോൾ സീനോട് ഞാൻ പറഞ്ഞു അവൾ നന്നാക്കണില്ല, ഇടിച്ചിട്ട് നന്നാക്കാൻ. അങ്ങനെ ഞാൻ സബോള അരിയണം കേട്ടോ. അപ്പോൾ സീന പറഞ്ഞു അന്ന് ചുമ്മുക അവളെന്നെ മറ്റേ ചേമ്പുതാളിൻ്റെ ഉപ്പേരി കച്ചാനായിട്ട് ചുമ്മുക അവളെ ഏൽപ്പിക്കാൻ ചിട്ടുമേന്ന് പറഞ്ഞു. അപ്പോൾ സീനയുടെ ചേമ്പുതാൾ നന്നാക്കി കഴിയണുള്ളൂ. അങ്ങനെ സീന ബീനോട് പറയാനായിട്ട് സീനോട് പറഞ്ഞു നീ പോയിട്ട് അത് ചീരി ചേമ്പുതാളിൻ്റെ ഉള്ളിയൊക്കെ കടുക് കച്ചാന്നൊക്കെയെന്ന് പറഞ്ഞു. അവൾക്ക് അങ്ങനെ അങ്ങോട്ട് ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ളൊരു ശീലമുള്ളൂ ആൾക്ക് ബീനയ്ക്ക്. പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് ആൾക്ക് ചെയ്യാനുള്ളൊരു ജോലിക്ക് പോകണ ആളല്ല. അവൾ കോപ്പുനന്ദിട്ട് ജോലിക്ക് പോകണം. പെട്ടെന്ന് അങ്ങനെയുണ്ട് പതുക്കെ ഒറ്റയ്ക്ക് ചെയ്യാനേ അവൾക്ക് ഇതുള്ളൂ. കൂട്ടത്തിൽ കൂടെ അങ്ങനെ ചെയ്യുമ്പോൾ സ്പീഡിൽ ചെയ്യാനായിട്ട് ബീനയ്ക്ക് അറിയാത്തതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ചേച്ചിയുടെ തുണിയൊക്കെ അവിടെ ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ അത് തോരിടാനായിട്ട് ചേച്ചി പോയിട്ടുണ്ടാവുന്നുണ്ട്. സീനേരെ അമ്മേരെ അപ്പൻ്റെയൊക്കെ വിശേഷം വന്നാൽ അവളുടെ അപ്പൻ സൂയിലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ അതിപ്പോൾ കുറവായി, നല്ല ഉഷാറായിട്ട് ആൾ നടക്കുന്നുണ്ട്. പിന്നെ അമ്മയും നല്ല ഇതായി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളപ്പോൾ എല്ലാ ഞായറാഴ്ചയും അമ്മേരെ അപ്പൻ്റെ അടുത്ത് കൂടും. മക്കളൊക്കെ അവരുടെ പറമ്പിലായിരുന്നു. അത് ഞാൻ ഈ വീഡിയോ രണ്ടിൽ വരുന്നുണ്ട്. അവരുടെ പറമ്പും വീടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ തറവാട്ടിലേക്ക് അവരെല്ലാ ആഴ്ചയും കുന്നംകുളത്ത് തന്നെയാണ് അവരുടെ വീട്. ഇവിടുന്ന് കുറച്ച് തിരികെ വേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിൽ ഇവരിപ്പോൾ ഇരിക്കുന്നിടത്തുമേ. അപ്പോൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാം ഞായറാഴ്ച അമ്മയപ്പനും ഒറ്റയ്ക്ക് നടുകിൽ. പിന്നെ ചുറ്റിലും മക്കളുടെ വീടുകൾ. അവിടെ അവർക്ക് കല്യാണം കഴിച്ച് കൊടുക്കുന്ന ആൾ തന്നെ അവർക്ക് അവിടെ 10-60 സെൻറ്റ് സ്ഥലമുണ്ട്. ഇവർ കുറച്ച് 5-6 ആൺമക്കൾ അങ്ങോട്ട് ഉണ്ട്. അപ്പം അങ്ങനെ പെൺകുട്ടികളില്ലാന്ന് തോന്നുന്നുണ്ട്, പെൺകുട്ടികളില്ല. അപ്പോൾ അവർക്ക് അവിടെ അങ്ങനെ ഭാഗം കിട്ടിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വീടൊക്കെ പണിത് ഇപ്പോൾ അവിടെ ഒരു വലിയ വീട് പണിത് വിറ്റിട്ടു. അതിപ്പോൾ വേറെ സ്വന്തമായിട്ട് തറവാട്ടിൽ നല്ലൊരു വീട് പണിയുണ്ട്. മക്കളൊക്കെ കല്യാണം കഴിക്കാൻ പ്രായമായി തുടങ്ങി ജോലിക്കാരാകുമ്പോഴേക്കും നല്ല ജോലിക്കാരായി വരുമ്പോൾ വലിയ പ്രായമല്ല, 23 വയസ്സ് 20 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി അവർക്ക് ജോലി കിട്ടി വരുമ്പോഴേക്കും വീടിൻ്റെ പണി പൂർത്തിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറേ വിശേഷങ്ങളൊക്കെ അവൾ പറഞ്ഞു. അവന് നിന്നത് മാത്രം. അപ്പോഴേക്കും അവളുടെ ചെമ്മനാൾ അരിഞ്ഞു കഴിഞ്ഞ് ചുവന്നുള്ളിയിൽ തൊണ്ട് കളഞ്ഞു. അപ്പോൾ അവൾ മിക്സിയിൽ ചുവന്നുള്ളി ഇട്ടു വിട്ടാൽ പിന്നെ അതിൽ മറ്റേ എന്താ പറയുക കാന്താരിയുടെ മുളകിട്ടു, പിന്നെ തേങ്ങ ഇട്ടുക. നമ്മുടെ ഗഡി ഇവിടെ അത് വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് ചട്ടി അടപ്പത്ത് വെച്ചു. ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അവൾ വെളിച്ചെണ്ണ എടുക്കാൻ പോയിട്ടാ. ആ വെളിച്ചെണ്ണ എടുത്തു കൊടുത്തിട്ട് ചോദിക്കും ഇതൊക്കെ ഒഴിക്കണ്ടേ സീനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നീ ഏത് ലോകത്ത് ജീവിക്കണം, ഒരു കടുക് കാച്ചാൻ തുറ വെളിച്ചെണ്ണ ഒഴിക്കടി പറഞ്ഞിട്ട് അവളേനും ചേച്ചി അയ്യോ ഞാൻ ഒഴിക്കാൻ പറഞ്ഞിട്ട് അവൾ ഒഴിച്ച്. അങ്ങനെ ഒരു രസം. നമ്മുടെ മക്കൾ നമ്മൾ വളർത്തിയ മക്കളെന്ന് പറയുമ്പോൾ എല്ലാ മക്കളോടും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചോ ആരോടും ഇല്ലാണ്ട് ഇവിടെ. അപ്പോൾ വിളിക്കുന്നവരടിക്കും നമ്മൾ പോകും. നമ്മുടെ കാര്യം എത്രയുള്ളവരുണ്ട്. ഇപ്പോൾ നമുക്ക് ആരോടും വിദേശമായില്ലെങ്കിൽ ആരോടും ഇല്ല. മക്കളൊക്കെ നേരില്ലാണ്ട് അവർ ഓരോ ജോലിയിലും കാര്യത്തിലൊക്കെ ഇടപെടുമ്പോൾ അവർക്ക് സമയം ഉണ്ടാവില്ല.
അവർക്കും മക്കളാകുമ്പോൾ പിന്നെ അതിന് നേരം കിട്ടില്ലല്ലോ. ഇവർക്കിപ്പോൾ ഇവരുടെ മക്കൾ വലുതായിട്ട് ഇവർക്ക് നേരം പോകില്ല. അപ്പം എന്നെ വിളിക്കുക അല്ലാണ്ട് പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് സീന ചേമ്പുന്നണ്ടിലേക്കുള്ള കാന്താരി തേങ്ങ ഒന്നും ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തിട്ടാ. നന്നായി അരക്കലില്ല, ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഈ പടവലങ്ങ കുപ്പിയരി വയ്ക്കുമ്പോൾ ആക്കില്ല അതുപോലെ. അത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല മണം. ഇത് കൂട്ടിയിട്ട് നമുക്ക് വെറുതെ ചോറിണം. പച്ചമുളക് കാന്താരി ചമ്മന്തി നമ്മൾ കഴിക്കില്ല, അതേപോലെ നമുക്ക് ചോറിനാൻ പറ്റും. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ബീന ഇതൊക്കെ കടുക് താളിച്ച് വേപ്പില സെറ്റാക്കി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ആളവിടെ നിന്ന് വിട്ടുവണ്ടി ഞാൻ ഇപ്പോൾ വരാൻ പറഞ്ഞിട്ട് അതിൽ പോയി. ഫോൺ വന്നു, അവൾ ജോലി ചെയ്യുന്നോടത്ത് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരാറുണ്ട്. അപ്പോൾ അവളത് എടുക്കാൻ പോയി കേട്ടോ. അപ്പോൾ സീന തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിടാൻ അവൾക്ക് കോൾ വന്നു. അപ്പോഴേക്കും ഇഷ്ടത്തിൽ വന്നത് അതൊക്കെ വാങ്ങിച്ചു. കടുക് പൊട്ടിയായിരിക്കും ആ സീന ഗ്രൈൻഡ് ചെയ്ത് വെച്ച തേങ്ങ ആയിരിക്കും ഇട്ട് കൊടുത്തു. ഭയങ്കര മണം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ മണം കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം വരും. നല്ല മണം വരുന്നുണ്ട്. കാന്താരിയും തേങ്ങയും കൂടിയിട്ടുള്ള ചോന്നുള്ളിയാണല്ലോ, ചമ്മന്തി പോലെയായില്ലേ. അത് അതിലിട്ട് വാട്ടിയതിന് ശേഷം അവൾ ചേമ്പുന്താൾ കഴുകിയതാണല്ലോ ചേമ്പുന്താൾ കഴുകല്ല, നന്നാക്കി കഴിഞ്ഞിട്ട് അവളത് വെള്ളത്തിലിട്ട് വെറുക്കുക. സീനെ ഉണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. കണ്ട പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവില്ല. കണ്ട സീന അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസത്തിലെ സീന അടി ചൊടുക്കും എടുക്കോടും കുടിച്ച് ഒക്കെ ഭംഗിയായി ചെയ്യുന്നുണ്ട് സീന. നല്ല കളറ് കണ്ട ചേമ്പുതാളിൽ. ഞാൻ ഇങ്ങനെ ഈ ചേമ്പുതാൾ കറി വയ്ക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പോൾ സീന വെച്ച് കണ്ടപ്പോഴാണ് ഞാനത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് ആ കറി വയ്ക്കുന്നതൊന്നും നമുക്ക് കാണിച്ചാലടി. അപ്പോൾ അവൾ പറഞ്ഞു കാണിക്കാൻ ചുറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തു മാത്രം. വലിയ പണിയില്ല നമുക്ക്. കണ്ട ചേമ്പുതാൾ ആരും കളയണ്ട കേട്ടോ. കൂണൊക്കെ വെക്കണ പോലെ തന്നെ നമ്മുടെ പറമ്പുകളിൽ കിട്ടുന്ന ചേമ്പുതാളും ഒക്കെ അങ്ങനെ കറി വയ്ക്കാം. നല്ല നല്ല നാടൻ വിഭവങ്ങളായിട്ട് കറി വയ്ക്കാൻ പറ്റും. പറമ്പുള്ള കാരണം എല്ലാ സാധനങ്ങളും ഫ്രഷ് സാധനങ്ങളാണ്. വാടക വീട്ടിൽ തന്നെയുണ്ട്. വാടക വീടാണുള്ളത്. അതിൻ്റെ ബാക്കിലേക്ക് നല്ലോണം പറമ്പുണ്ട് കേട്ടോ, അറ്റമരികെ. അപ്പോഴേക്കും എൻ്റെ ചേച്ചിയുടെ സാരിയൊക്കെ തിരിഞ്ഞെത്തി അതൊക്കെ ആകെ പിരിഞ്ഞിട്ട് കിടക്കണം. അപ്പോൾ അത് ഓരോന്ന് എൻ്റെ ചേച്ചി നീ ഭയങ്കര വൃത്തിമെടുപ്പുള്ള ആളാണ്. ഞങ്ങളുടെ അമ്മേരെ അപ്പുറത്ത് വൃത്തിമെടുപ്പ് അമ്മേരെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പം ചേച്ചി അത് ഡ്രൈ ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. അപ്പോഴേക്കിത് നമ്മുടെ ചേമ്പുന്താൾ ഇത് വേണം സൂപ്പറായില്ലേ. കാണാൻ തന്നെ ഒരു രസമാകുമല്ലോ, കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആയിട്ടാണ്. നിങ്ങൾ ചേമ്പുന്താളൊന്നും അരിഞ്ഞ് കളയല്ലേ, നമ്മുടെ ശരീരത്തിന് നല്ല നല്ല സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം സബോളയൊക്കെ സീന ഇവിടെ ചിക്കനുള്ളത് വാട്ടാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ വെപ്പ് തന്നെയാണ് ചിക്കൻ വയ്ക്കുന്നത് കേട്ടോ, കാരണം പ്രത്യേകിച്ച് വെപ്പൊന്നുമല്ല. അപ്പോൾ അവൾ സബോള നന്നായി വാട്ടി എടുത്തിട്ട് അരയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ കുറച്ച് സവാള എടുത്തിട്ടുള്ളേ, സവാളയ്ക്ക് വില കൂടിയായിരുന്നു. അപ്പോൾ അത് കുനുകുനാന്ന് അരിഞ്ഞിട്ട് നന്നായി വേവിച്ച് വെച്ചപ്പോൾ വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ജാറിലേക്ക് ഇട്ടിട്ട് അത് വെളുത്തുള്ളിലേക്ക് ഇഞ്ചിയൊക്കെ ഇട്ട് വാട്ടിയെടുത്തോള് ജാറിലിട്ടിട്ട് അരച്ചിട്ട് അതിലിടാനുള്ള പരിപാടീനെ അങ്ങനെ തന്നെ അത് അവൾ അതിലേക്ക് ഇടുന്നു. പിന്നെ തീമിത്തിയില്ലാത്ത അവളുടെ ഭർത്താവും ചെറിയ മോനില്ലാതെ തന്നെ അവർക്ക് രണ്ടാൾക്ക് ഫുഡ് അവൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളും കൂടിയുള്ള കാരണം കുറച്ച് കൂടുതൽ ഫുഡ് ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇനി എനിക്ക് എൻ്റെ ജീവന് 2 ദിവസത്തേക്കുള്ള ഫുഡായി, ഇനി ഇത് കഴിയുമ്പോൾ എനിക്ക് വെക്കേണ്ട ചോറ് മാത്രം വെക്കേണ്ട ആവശ്യം വെക്കേണ്ട വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ നേരം പോക്ക് പറഞ്ഞ് ഓരോ തമാശ പറഞ്ഞ് അങ്ങനെ ചിക്കൻ കറിയിലുള്ള അരപ്പ് അവൾ സെറ്റാക്കുന്നുണ്ട്. അത് അങ്ങനെ അരിക്കുമ്പോൾ നമുക്ക് സവാള കുറവുള്ളതിൻ്റെ കുറവ് തീർക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ കട്ടിയുള്ള ഗ്രേവി കിട്ടും കേട്ടോ. കണ്ടോ നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കട്ടി എന്നിട്ട് നമ്മളതൊരു ശരം നെയ്യ് ഒഴിച്ചിട്ട് ഈ ഗ്രേവി അതിലിട്ടിട്ടേ വഴറ്റണിങ്ങ് അത് നന്നായിട്ട് തെളിഞ്ഞു വരും. അത് നെയ്യ് തെളിഞ്ഞു വന്ന് വേഗം ഒന്ന് ഡ്രൈ ആയി നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ചിക്കൻ്റെ മസാല കൂട്ട് വെറുതെ സാധാരണ ഒരു കൂട്ടും അതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കൂട്ടും സീനായി ചെയ്യുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്യുക, അത്ര തന്നെയാണോ. അതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മണം വരുന്നുണ്ട് അരച്ചെടുത്തപ്പോൾ. മസാലയുടെ പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടിട്ടുണ്ട് അവളെയും. ഇനി മറ്റേതിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇത് വാടി വരുമ്പോൾ അതിലിടുന്നു അവളെന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് പിടിച്ചിട്ടൊന്നുമില്ല ചിക്കൻ കറി വയ്ക്കുന്നത്. ഞാൻ ചെയ്യാനാണെങ്കിൽ പുറത്തേക്ക് പോയിരിക്കണം. അവളുടെ മോൻ പുറത്തേക്ക് പോയിട്ട് വന്നിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് തിരിക്കണമെങ്കിൽ കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് വരണമെങ്കിൽ. അപ്പോൾ സീനതേ കണ്ട അതിൽ ഗ്രേവി നെയ്യ് ഒഴിച്ചപ്പോൾ കണ്ട അത് നന്നായിട്ട് തെളിഞ്ഞു വന്നു. വെളിച്ചെണ്ണ വേഗം നെയ്യാകുമ്പോൾ വേഗം തെളിഞ്ഞ് വെള്ളം വെച്ച് പോയത് അങ്ങനെയാണത്. അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടുള്ളതിൽ അത്രയും മസാല പിന്നെ അരപ്പിലുള്ള കാരണം കുഴപ്പമില്ല. അങ്ങനെ നന്നായിട്ട് അത് വഴറ്റിയിട്ട് ചിക്കൻ അതിലിട്ട് സെറ്റ് പൊളിയായിട്ട് നല്ലൊരു ചിക്കൻ കറി നമുക്ക് കിട്ടിയിട്ടാണ്.
അവിടുന്ന് ഞങ്ങൾ ബാക്കിലേക്ക് ഞാൻ വന്നപ്പോൾ എൻ്റെ ചേച്ചി ഇതേ സാരിയൊക്കെ ട്രൈ ചെയ്ത് ഉച്ച തിരിഞ്ഞ് നമ്മൾ പോകാൻ വിളിക്കും ഉണങ്ങിയിട്ടില്ലോ എന്നും പറഞ്ഞിട്ട് ചേച്ചി അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ പറ്റിയാൽ ഈ വീരോട് ഞാൻ പറഞ്ഞു ബാക്കിയൊക്കെ ഈ സൈഡിൽ തോരിയിടറി സീന പണിയൊക്കെ വൃത്തിയാക്കി അവളാണെങ്കിൽ സീനിനെ അകത്ത് തുടച്ചപ്പോഴൊക്കെ നിൽക്കവിടെ അവിടെ കൂടെ പോയിട്ട് വീടൊക്കെ നല്ല വൃത്തിയാക്കിയിടും സീന അങ്ങനെയാണ്. പിന്നെ അവൾ ജോലിക്ക് പോകാത്ത കാരണം വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറി സെറ്റായി. നമ്മുടെ ചിക്കൻ കറിയും ചേമ്പും താളും ഒക്കെ സെറ്റായിട്ടോ. ചേമ്പും ചോറ് മറ്റേ ജക്സ് കുക്കറിൽ നിന്ന് ഇറക്കി വെച്ച് നമ്മൾ ഊച്ചെടുത്തു. ഇവിടെ മാക്സിന് ചോറ് കൊടുത്തു. സെൻറ്റ് ബെർണാർഡാണ് ഇവൻ്റെ വർഗ്ഗത്തിൻ്റെ പേര് കേട്ടോ. ഒരു മനുഷ്യൻ്റെ അത്ര സൈസ് ഉണ്ട് കേട്ടോ അവൻ. അപ്പോൾ അവന് ചോറ് കൊടുത്തു. അവൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ചോറ് ഉണ്ണുമ്പോണ്ടല്ലോ കാക്കകൾ പറന്ന് വരുമ്പോൾ പിന്നെ ഒരു ചാട്ടം ചാടണം കാണണം. പേടിയാവും നമുക്ക്. ഒരു ദിവസം മതിൽ ചാടിയിട്ട് ബാക്കിൽ നിന്ന് മതിൽ ചാടിയിട്ട് ഒരു നാടൻ പട്ടി വന്നത്ര. അതിൻ്റെ പിന്നാലെ ഓടിയിട്ട് അവൻ്റെ കൈ കൊണ്ട് വെറുതെ തട്ടിയുള്ളൂ. അപ്പം നായകുട്ടി അവിടെ വട്ടം കറങ്ങിയിട്ട് തല ചീച്ചി വീണെന്ന് പറയണം. അപ്പോഴേക്കും ഇവൻ്റെ അപ്പനും മോനൊക്കെ ചെന്ന് ഇവനെ വീട്ടിൻ്റെ അകത്താക്കി കൂട്ടിൻ്റെ അകത്താക്കി ആ വീണ് കിടക്കുന്ന നായകുട്ടീനെ ഏൽപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്ത് സെറ്റാക്കി തട്ടി റോട്ടിലേക്ക് ഇറക്കി വിട്ടു എന്ന് പറയണേ. ഭയങ്കര അവൻ്റെ ഇരുമ്പ് വടി പോലെയുള്ള കൈകളാണ് അവൻ്റെ ഉള്ളത്. അപ്പോൾ അവൻ ഫുഡൊക്കെ ഭംഗിയായിട്ട് കഴിക്കുന്നുണ്ട്. അവൻ അധികം ഫുഡൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അവൻ്റെ എല്ലുകളൊക്കെ കഴിച്ച് ഒരു ശരം ചോറിന് സീനാക്കി ഇടണുണ്ട്. ഒരു കുഞ്ഞു പാത്രത്തിലാണ് അവൻ്റെ ചോറ്. അധികം വെയിറ്റ് വരാൻ പാടില്ല എന്ന് പറയണം അവന്. അവൻ്റെ കയ്യമ്മയൊക്കെ മുറിവ് വന്നിട്ടുണ്ട്. ചെറുപ്പത്തിൽ അവൻ മണ്ണം കൂടുതൽ വന്നപ്പോൾ മുട്ട് കുത്തിയിട്ട് എനിക്ക് ഇത്ര. അപ്പോൾ ആ കൈമുട്ടുകൾ ഇത്തിരി മുറിവ് പോലെയുണ്ട് അവൻ്റെ കൈമുട്ടുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് മുറിവ് പിന്നെ അത് മാറി ഉണങ്ങി ആ പാട് മാറിപ്പോയില്ല. അപ്പോൾ അവൻ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അവൻ്റെ വായക്ക് ചുറ്റും നിറച്ച് അഴുക്കട്ടാം. അപ്പോൾ അതേ ഓസിൽ തന്നെ അവൻ വെള്ളം കുടിച്ചു. 2 വയസ്സ് അവനെ കുറച്ച് നാളായിട്ടുള്ള കഴിഞ്ഞിട്ട് 2 വയസ്സായിട്ടുണ്ടാവും. അത്രയും ഉള്ളൂ. വെള്ളം കുടിക്കുന്ന കുടിയുണ്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ സീന അവനെ ഫ്രഷാക്കാൻ പോകുന്നത് കേട്ടോ. വായൊക്കെ കഴുകി സുന്ദരനായി കണ്ണൊക്കെ അവൾ കഴുകി ക്ലീനാകും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കുളിപ്പിക്കുള്ളൂ. എന്ന് വെച്ചാൽ രണ്ടാമത്തെ മോൻ കോളേജിൽ നിന്ന് വന്നാലേ ഇവനെ കുളിപ്പിക്കുള്ളൂ. അവളൊക്കെ കൊണ്ട് തന്നെ കുളിപ്പിക്കുന്നത് ഇത്തിരി പാടാന്ന് പറയും അവൾ. അപ്പോൾ അവനെ നന്നായി ഫ്രഷാക്കി അവൻ്റെ ഫുഡ് പാത്രങ്ങളൊക്കെ കഴുകി വാഷ് ചെയ്ത് കയറ്റി. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു പതുക്കാണ്. ഞാൻ മാക്സിമം അവൻ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാട്ടാ. പെട്ടെന്ന് നമ്മുടെ മേത്ത് കൈ വെച്ച് നമ്മൾ തട്ടിമറിഞ്ഞ് വീഴുകയും മേത്തേക്ക് കൈ കയറ്റി വെച്ചാൽ പേടി വരുമ്പോൾ. അപ്പം നമ്മളവനെ മൈൻഡ് ചെയ്യാണ്ട് നിന്നാൽ അവനോട് പ്രശ്നമായി. അവനവൻ്റെ തോർത്തെടുത്ത് സീന അവനെ തുടച്ച് ഇതേ ഇപ്പോൾ സുന്ദര കുട്ടപ്പനാകും. അവൻ്റെ മുടിയൊക്കെ ചീവി അവൻ്റെ ഈ ചെവിയുടെ അവിടെയൊക്കെ നന്നായി തുടച്ച് ക്ലീനാക്കി ചെവിയിലുള്ളും മാലൊക്കെ മുടി രോമൊക്കെ കഴിഞ്ഞ് അവൻ ഒരു പോക്ക് പോകണം കാണാം. നിങ്ങൾക്ക് എടുക്കാനായിട്ട് നല്ല ഒരു ഇതിൽ പോകണം കാണാം അവൻ. കണ്ട ഓട്ടോ അവിടെ 2 കാക്കകൾ വന്നേരി. അപ്പോൾ അവൻ അവരെ ഓടിച്ചിട്ട് പോന്നു. അങ്ങനെ മുടി കിരിഞ്ഞ് അവൻ്റെ ഒരു ഉറക്കുറങ്ങനെ പോകണമെന്ന് പറയണ സീന. അവൻ പോണത് എവിടേക്കാണെന്നറിയും. പിന്നെയൊക്കെ കഴിയുമ്പോൾ സീന പറയും നീ പോയി കിടന്ന് ഉറങ്ങിക്കിടാ. ഞാൻ അമ്മമാരെ പണിയെടുക്കട്ടെ എന്ന് പറഞ്ഞു. അമ്മമാരെ പണിയെടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പോണ സ്ഥലം കണ്ടോട്ടെ നിങ്ങൾ. അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവൻ പോണത് എങ്ങനെയാണെന്നറിയോ കിടന്നുറങ്ങാനുള്ള സ്ഥലത്തേക്ക് പോണേ. അവൻ അവിടെ ഒരു വിറക് വരും. ആ വിറക് അവിടെ പോയിട്ട് അവൻ കുറച്ച് നേരം ആ റൂമിൽ അവൻ കിടക്കും. ഇവർക്കൊക്കെ AC വേണമെന്ന് പറയണ. ഇവനവർ ഫാൻ ഇട്ട് കൊടുക്കും. അല്ലാണ്ട് AC ഒന്നും ഇവരിട്ട് കൊടുക്കണ കാണാനില്ല. അവനതങ്ങനെ ശീലമായി. ഇതേ കിടന്നുറങ്ങാനാണ് പോകണം. അവൻ കണ്ട ഫുഡിങ് കഴിഞ്ഞ് മുടിയേരി കുളിച്ച് സുന്ദരപ്പയായി ഇതേ ആ വിറക് അവൻ പോയി കിടക്കുക. കണ്ട അവനവിടെ സുഖമായിട്ട് കിടന്നു. എന്നെ നോക്കി നിൽക്കവൻ കണ്ട. അവൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളത് കയറി. ഞങ്ങളൊക്കെ ഫ്രഷായി തീ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും കൂടി ഞങ്ങൾ 4 ആൾ വേറെ ആരുമില്ല ചോറിന്. അപ്പോൾ തലേദിവസത്തെ ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ടാകും നമ്മുടെ എങ്ങനെ. പിന്നെ അവൾ സർലാസ് ഉണ്ടാക്കി. പിന്നെ കൂർക്കുപ്പേരി കാലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവൾ. പിന്നെ ചേമ്പും താളുണ്ട് നമ്മുടെ. അങ്ങനെ അത് കഴിക്കാനായിട്ട് ഞങ്ങൾ ചോറിനാൻ പോകണില്ല. ചോറിനൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് വേഗം ജിയോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 മണിയാകുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ജിയോ വന്നാൽ ഇനി ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് എത്താൻ പറ്റുള്ളൂ. ലിജോ എന്നോട് ചോദിച്ചു അമ്മച്ചി ഞാൻ വരണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അവർ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞിറക്കണേടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇത്തിരി ലൈറ്റ് ആയാലും കുഴപ്പമില്ല. വീട്ടിൽ ആശ്രീനെ ഞാൻ നിർത്തിയിട്ടുണ്ട് പോയില്ലായിരുന്നു. അവളോട് പറഞ്ഞു 2 സ്കിമ്മിൾ കിട്ടിയ പാടി ലിജോ തന്നെയാവില്ല. അപ്പോൾ അവൾ വന്നു. അപ്പോൾ സ്പീനിന് ഞാൻ ഫ്രൈഡ് റൈസ് കഴിച്ചത്. സ്പീനിക്ക് അപ്പോൾ വയറ് നിറഞ്ഞു. ചോറ് എടുത്തപ്പോൾ അവൾക്ക് പിന്നെ ചോറ് ഉണ്ണാൻ പറ്റിയില്ല. അതുകൊണ്ട് കളഞ്ഞു. ഫ്രൈഡ് റൈസ് പിന്നെ ഇന്നലത്തെയായിരുന്നു. എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഇഷ്ടമാവണ്ടല്ല എനിക്ക് വയറിന് ചിലപ്പോൾ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചോറുണ്ണണം. അപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങളൊന്ന് കിടന്ന് ഏറ്റു വരുമ്പോഴേക്കും ഇവിടെ ജിയോ വന്നു. ഞങ്ങളിതേ സാരിയൊക്കെ മാറി ജിയോ വരുമ്പോഴേക്കും ഞങ്ങൾ കുളിച്ചൊന്നും ഡ്രസ്സ് മാറിയിരുന്നില്ല. അവർ 7 മണി 5:30 6 മണിയാകുമ്പോൾ 6 മണി 6:30 7 മണിയാകുമ്പോഴേക്കും വരണം ഞങ്ങൾ വിചാരിച്ച. ഇവൻ വന്നു വശം വന്നു വേഗം ഡ്രസ്സ് മാറി. നിങ്ങളെന്താ ഡ്രസ്സ് മാറാൻ? ഞാൻ 4:30 കഴിഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട, നീ വണ്ടിയൊക്കെ തിരിച്ചിട്ട് വരുമ്പോൾ ഞങ്ങൾ സെറ്റാവുമെന്ന് പറഞ്ഞപ്പോഴേ നമുക്കിപ്പോൾ ഈ ജോലിക്ക് എന്ന് പോണമ്പോൾ ഡ്രസ്സ് ഇട്ട് ശീലമായിട്ട് 5 മിനിറ്റ് കൊണ്ട് ഞങ്ങളെല്ലാവരും കുളിച്ചില്ല കേട്ടോ. കുളിക്കാനൊന്നും പറ്റിയില്ല. നമ്മുടെ വീട്ടിൽ പോയാലും കുളിക്കാമല്ലോ, കാറിലല്ലേ പോകണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് സാരി മാറി. അതിൻ്റെ ഉള്ളിൽ സീന പറഞ്ഞു ചിറ്റമ്മ എൻ്റെ കീഴ്ക്കൂട് തന്നെ യൂട്യൂബിലിട്ട് ചിറ്റമ്മയെന്ന് പറഞ്ഞു. മാക്സിന് മാത്രമേ കാണിച്ചുള്ളൂ. ഇല്ലടി ഞാൻ ആദ്യം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് പ്രത്യേകമായിട്ടൊന്നും എടുത്ത് അവളുടെ കീഴ്ക്കൂടുന്നത്. അവൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവളുടെ ഇവരുടെ വീട്ടിലുണ്ടല്ലോ പണ്ട് ചെറുപ്പത്തിൽ നായും പിന്നെ കിളികളും എല്ലാ ആടുകൾ അങ്ങനെയൊക്കെ നല്ല സുഖപത്തിയിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർക്കത് അങ്ങനെ കുറേശ്ശേലും ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ പോയത് അവളെ കല്യാണം കഴിച്ചു കൊടുത്ത് വീട്ടിലേക്കാണ്. അവർക്ക് ഇതൊക്കെ അവരെ പറമ്പാണ് കേട്ടോ. 60 സെൻറ്റ് സ്ഥലമുണ്ട് അവർക്ക്. അപ്പോൾ ആ പറമ്പിൽ ഇതൊരു അനിയൻ്റെ വീടാണ്. അനിയൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവരുടെ വലിയ അടുക്കളയിൽ ഇത് വർക്ക് ഏരിയയിൽ അടുപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്ന അടുക്കളയിൽ. അപ്പോൾ അവർ അവിടുന്ന് അത് മാറ്റിയിട്ട് ഇവിടെ പ്ലെയിൻ ആക്കിയിട്ട് ഗ്യാസ് ചെറുത് ഇവിടെ വരണം വെച്ചിട്ട് അത് അനിയൻ്റെ ഭാര്യനെ ഇട്ടാ. അയ്യോ അവളപ്പോൾ പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ വിടാം. ഞാൻ നീ ഓട്ടെ ഡ്രസ്സ് മാറിയിട്ടില്ല എന്നുകൊണ്ട് അവൾ അങ്ങനെ അങ്ങോട്ട് ഓടി പോയി. അതിൻ്റെ അപ്പുറത്ത് വേറൊരു അടുക്കളയും കൂടി ഇല്ല അവൾക്ക്. അങ്ങനെ അവരുടെ വീട് കണ്ട് ഞങ്ങൾ ഇറങ്ങിയത്. ഇനി നമ്മൾ പോണത് എങ്ങടാന്ന് പറയാം കൊന്നുകറി. ഇതാണ് നമ്മുടെ സീനയ്ക്ക് ഇപ്പോൾ പണിത് കൊണ്ടിരിക്കുന്ന വീട് കേട്ടോ. പണ്ട് വീടെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര വലിയ വീട് ഞാൻ അടുത്ത് കണ്ടിട്ടില്ല എന്ന് വേണം. അല്ല നമ്മുടെ വീട്ടിലുള്ളവർക്ക് കണ്ടിട്ടില്ല. സീനാര് വീട് വലിയ വീടാണ് കേട്ടോ. അപ്പോൾ എനിക്കത് കാണാൻ പറ്റിയപ്പോൾ ഒരു സന്തോഷം. എന്നുകളുടെ വീട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ വീട് ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ അവരുടെ തറവാട്ടിലുള്ള വീട് തന്നെയാണ്. അപ്പോൾ ആ വീട് അവരിഞ്ഞ് വെക്കില്ല. മക്കളൊക്കെ ആയി ഇനി അവിടെ കൂടുള്ളവർ. അവളൊരു പഴം പൊട്ടിക്കാനാ പോയത്. ഇളന്തപ്പഴം എന്ന് പറയുന്നുണ്ട് അവളുടെ പറമ്പിലുള്ളത് തന്നെയാണ്. പിന്നെ ലൂവിക്കുണ്ട്, നാരങ്ങയുണ്ട്, കുമ്പളങ്ങയുണ്ട്, പച്ചമുളകുകളും കണ്ട പാനുണ്ട്. അവിടെ ഇവിടെ കയറ്റി പച്ചമുളകിൻ്റെ തൈകളൊരു കുഴിച്ചിട്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇളന്തപ്പഴം എന്ന് ഇതിനെ പറയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പഴം പൂക്കണുള്ളൂ എന്ന് പറഞ്ഞു. അവൾ പഴുത്ത് വരണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവളത് കാണിച്ചു തന്നതാണ്. ഇതൊക്കെ ഒരു പ്രത്യേക പഴമാണ് ചിറ്റമ്മയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ അവളുടെ വീടിൻ്റെ ഉള്ളിൽ കാണാൻ